Multiple alleles. Alleles means different forms of a single gene. ഒരു ജീനിന് തന്നെ പല ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഡിഫറെന്റ് ഫോംസിനെല്ലാം നമ്മൾ അല്ലീൽസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അല്ലീലിസം മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് എ സിംഗിൾ ജീൻ ഇൻ ഡിഫറെന്റ് ഫോംസ് ഓർ ഓൾട്ടർനേറ്റീവ് ഫോംസ്. ഇപ്പം മെൻഡീലിയൻ ട്രേറ്റ് ആയ പ്ലാൻ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനാണ് ടി. ആ ടി എന്ന് പറയുന്ന ജീനിന് രണ്ട് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ ടി ആയിട്ടും സ്മോൾ ടി ആയിട്ടും. ക്യാപിറ്റൽ ടി ടോൾനെസ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറയും, സ്മോൾ ടി ആണെങ്കിൽ അത് ഡ്വാർഫ്നെസ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഒരേ ജീനിന്റെ തന്നെ അല്ലീലിക് ഫോംസ് ആണെന്ന് പറയാം. സാധാരണ ഈ അല്ലീലിക് ഫോംസിന്റെ നമ്പർ രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഓരോ ജീനിനും രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസ് അല്ലെങ്കിൽ രണ്ട് വേർഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. മെൻഡലും അദ്ദേഹത്തിന്റെ സ്റ്റഡി പീരീഡിലും ഈ ഒരു അസംഷൻ ആയിരുന്നു വെച്ച് പുലർത്തിയിരുന്നത്. കാരണം ഓരോ ജീനിനും രണ്ട് ഫോംസിലാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരെണ്ണം ഡോമിനന്റും ഒരെണ്ണം റെസസീവും. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് നിർബന്ധമല്ല. ഇതിലപ്പുറം ഒരു ജീനിന് രണ്ട് എന്ന് പറയുന്നതിനപ്പുറം മോർ ദാൻ 2 ഓൾട്ടർനേറ്റീവ് ഫോംസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ജീൻ തന്നെ രണ്ടിലധികം ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ അല്ലീലിസം. മൾട്ടിപ്പിൾ അല്ലീലിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ അല്ലീൽസ് മീൻസ് alleles which occupy a particular locus in more than 2 alternative forms and the phenomenon is called multiple allelism. അപ്പോൾ മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് അത് രണ്ടിലധികം ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ജീനിന്റെ തന്നെ മോർ ദാൻ 2 ഓൾട്ടർനേറ്റീവ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലീൽസ്, അതിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ അല്ലീൽസ്. ആ മൾട്ടിപ്പിൾ അല്ലീൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫിനോമിനനെ നമ്മൾ പറയും മൾട്ടിപ്പിൾ അല്ലീലിസം. ദെൻ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻ മാൻ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ അല്ലീൽസ്. മൾട്ടിപ്പിൾ അല്ലീൽസിന്റെ ഫീച്ചേഴ്സിൽ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് ഓൾവേസ് ഒക്യുപ്പൈ ദ സെയിം ലോക്കസ് ഓൺ ദി ക്രോമസോം. അതായത് ഓരോ ജീനിനും ഓരോ ലോക്കസ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ട്. അപ്പോൾ ആ പൊസിഷനിൽ മാത്രമേ ആ ജീനിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. ദെൻ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ജീനിന്റെ നമ്പർ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീറ്റ് ഉണ്ട്, ഒരു പൊസിഷൻ ഉണ്ട്. ഒന്നാമത്തെ ക്രോമസോമിലാണ് ആ ജീനിന്റെ ലൊക്കേഷൻ എങ്കിൽ ആ ക്രോമസോമിൽ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലോക്കസ്, ഇപ്പോൾ നമ്മൾ അതിനെ നമ്പർ ഇട്ട് വിളിക്കുകയാണെങ്കിൽ 5th ലോക്കസിലാണ് ആ ജീന് ഇരിക്കേണ്ടതെങ്കിൽ ആ ജീൻ എപ്പോഴും എല്ലാ ഇൻഡിവിജ്വലിലും, ആ ഒരു സെയിം സ്പീഷീസിൽപ്പെട്ട എല്ലാ ഇൻഡിവിജ്വലും ഫസ്റ്റ് ക്രോമസോമിലെ ആ പർട്ടിക്കുലർ 5th പൊസിഷൻ അല്ലെങ്കിൽ 5th ലോക്കസിലായിരിക്കും ആ പർട്ടിക്കുലർ ജീൻ ഇരിക്കുക. അപ്പോൾ ഈ ജീനിന് പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതിനർത്ഥം ഒരു പോപ്പുലേഷനിൽ പല ഫോമിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ ഒരു ഐ കളർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ എടുത്താൽ ആ ഐ കളറിന് പല ഫോംസിൽ നമ്മളുടെ പോപ്പുലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ഗ്രീനിഷ് ഉണ്ട്, ബ്ലൂയിഷ് ഉണ്ട്, അങ്ങനെ പല ഫോംസിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന് ഈ ബ്ലാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോമിൽ, ഗ്രേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോമിൽ അല്ലെങ്കിൽ ബ്ലൂയിഷ് ആയിട്ടുള്ള ഫോമിലൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലേതെങ്കിലും 2 അല്ലീൽസ് മാത്രമേ ഒരു ഇൻഡിവിജ്വലിൽ കാണൂ. കാരണം ആ ഇൻഡിവിജ്വലിൽ ഈ ലോക്കസിന്റെ നമ്പർ 2ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണേലും ഫസ്റ്റ് ക്രോമസോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ ക്രോമസോം എന്ന് പറയുന്നത് ഒരു പെയറേ ഉള്ളൂ. ഒരെണ്ണം ഫാദറിൽ നിന്നും ഒരെണ്ണം മദറിൽ നിന്നും വന്ന ഒരു പെയറേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്രോമസോം നമ്പർ 1 എന്ന് പറയുന്നതിന് എത്ര ക്രോമസോംസ് ഉണ്ട്? ഒരു പെയർ ആയതുകൊണ്ട് അതിൽ 2 ക്രോമസോം ഉണ്ട്. അതിൽ 5th പൊസിഷൻ അല്ലെങ്കിൽ 5th ലോക്കസ് എന്ന് പറയുന്നതും എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതിന്റെ പൊസിഷൻ, അതിന്റെ നമ്പറും റെസ്ട്രിക്റ്റഡ് ആണ്, 2ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അല്ലീൽസിന് ഇത്രയും പോപ്പുലേഷനിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഈ മൾട്ടിപ്പിൾ അല്ലീൽസിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണത്തിനെ ഒരാൾക്ക് ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ മൾട്ടിപ്പിൾ അല്ലീൽസ് ഓൾവേസ് ഒക്യുപ്പൈ ദ സെയിം ലോക്കസ് ഓൺ ദി ക്രോമസോം. ഒരേ ക്രോമസോമിന്റെ സെയിം ലോക്കസ് ആയിരിക്കും അതെപ്പോഴും ഒക്യുപ്പൈ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ക്യാരക്ടർ, മൾട്ടിപ്പിൾ അല്ലീൽസ് ഓൾവേസ് ഇൻഫ്ലുവൻസ് ദി സെയിം ക്യാരക്ടർ. മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബേസിക് ജീനിന്റെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ്, പല ഫോംസ് ആണ്.
അപ്പോൾ ഈ ഫോംസ് ഏതൊക്കെയാണെങ്കിൽ തന്നെയും ബേസിക് ആയിട്ട് ആ ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിന്റെ പല വേർഷൻ, ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ആയിരിക്കും ഈ ജീനിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് സംഭവിക്കുക. അല്ലാതെ മൾട്ടിപ്പിൾ അല്ലീൽസ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വേറൊരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഡിഫറെന്റ് ഫോംസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേർഷൻസ്, വ്യത്യാസമുള്ള വേർഷൻസ് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ മൾട്ടിപ്പിൾ അല്ലീൽസിന്റെ ഇടയിൽ ക്രോസിംഗ് ഓവർ നടക്കാനുള്ള ചാൻസ് ഇല്ല. അത് നിങ്ങൾ ക്രോസിംഗ് ഓവർ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ പിന്നീട് അത് മനസ്സിലാക്കിക്കോളും. ദെൻ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻ മാൻ. മൾട്ടിപ്പിൾ അല്ലീൽസത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സിലെ ABO ബ്ലഡ് ഗ്രൂപ്പാണ്. ദെൻ നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിനെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ബേസിൽ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. A, B, AB ആൻഡ് O. ദെൻ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഡിവിഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ദെൻ ഇത് ഒരു പർട്ടിക്കുലർ ആന്റിജൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോട്ടീനിന്റെ പ്രസൻസ് ഓൺ RBCs, ഹ്യൂമൻ ബീങ്സിലെ RBCസിന്റെ സർഫസിൽ ഒരു പർട്ടിക്കുലർ ആന്റിജന്റെ പ്രസൻസ് ഓർ ആബ്സെൻസിന്റെ ബേസിലാണ് നമ്മൾ പല ബ്ലഡ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ആന്റിജനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡീസും ഉണ്ട്. പക്ഷെ ഈ ആന്റിബോഡീസ് കാണുന്നത് ബ്ലഡ് പ്ലാസ്മയിലായിരിക്കും. ആന്റിജൻസ് RBCയുടെ സർഫസിലും ആന്റിബോഡീസ് ബ്ലഡിന്റെ പ്ലാസ്മയിലുമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Antigens are located on the surface of the RBCs and antibodies are in the blood plasma. Then ഈ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിനെ ഈ ആന്റിജന്റെ ബേസിൽ, ഈ ആന്റിജൻ ഉണ്ടെന്ന് പറഞ്ഞു, ഈ ആന്റിജൻ തന്നെ പല ആന്റിജൻസ് ഉണ്ട്. A എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്, B എന്ന് പറയുന്ന ആന്റിജനും ഉണ്ട്. അപ്പോൾ ഈ ആന്റിജൻ ഏതാണോ ഒക്യുപ്പൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ബിയർ ചെയ്യുന്ന, ആ ഇൻഡിവിജ്വൽ ക്യാരി ചെയ്യുന്ന ആന്റിജന്റെ ബേസിലാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തത്. ദെൻ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ദെൻ അദ്ദേഹത്തിന് ഫിസിയോളജിയിൽ നോബൽ പ്രൈസ് കിട്ടി 1930. അദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തിയത് നോക്കൂ 1901 എത്രയോ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇതിന് നോബൽ പ്രൈസ് ഫിസിയോളജിയിൽ ലഭിച്ചത്. അപ്പോൾ ഈ ആന്റിജൻ A ആണെങ്കിൽ, അപ്പോൾ നമ്മളുടെ RBCന്റെ സർഫസിൽ ഒരു പർട്ടിക്കുലർ ആന്റിജൻ ഉണ്ട്. ആ ആന്റിജൻ A എന്ന് പറയുന്ന ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ A ആന്റിജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ A ആയിട്ട് പറയാം. അല്ലെങ്കിൽ ആ ആന്റിജൻ A ഉള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് Aയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ഇനി ഈ A ആന്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റിബോഡി ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആന്റി A ആന്റിബോഡി. അപ്പോൾ നമ്മൾ അതിനെ ആന്റിബോഡീസിനെ ആൽഫ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൽഫ ആന്റിബോഡി. പക്ഷേ ഈ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ക്ലംബിംഗ് ഒക്കെ നടക്കും. അപ്പോൾ ഈ A ആന്റിജൻ പൊസസ് ചെയ്യുന്ന ഇൻഡിവിജ്വലിൽ തന്നെ A ആന്റിബോഡി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ തന്നെ അഗ്ലൂട്ടിനേഷൻ നടക്കും. അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലിലും A എന്ന് പറഞ്ഞാൽ ആ ഇൻഡിവിജ്വലിന്റെ ഇറ്റ്സ് ഓൺ ആന്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് അതിന്റെ ബ്ലഡ് പ്ലാസ്മയിൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും A ആന്റിജൻ ഉള്ള ഇൻഡിവിജ്വലിന്റെ ബോഡിയിൽ ആൽഫ ആന്റിബോഡി ഉണ്ടായിരിക്കത്തില്ല. പകരം ബീറ്റ ആന്റിബോഡി അല്ലെങ്കിൽ B ആന്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് B ആണെന്ന് വിചാരിക്കുക. ബ്ലഡ് ഗ്രൂപ്പ് B ഉള്ള ഇൻഡിവിജ്വൽസ് ചിലപ്പോൾ ഈ ആന്റിജനിന്റെ പ്രസൻസ്, ഈ ആന്റിജൻ മാറി A മാറി അത് B എന്ന് പറയുന്ന കുറച്ചും കൂടി സ്ലൈറ്റ്ലി മോഡിഫൈഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും B ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ്. ഈ B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഇൻഡിവിജ്വൽസിൽ അപ്പോൾ ഏത് ആന്റിബോഡി ഉണ്ടായിരിക്കത്തില്ല? ബീറ്റ ആന്റിബോഡി ഉണ്ടായിരിക്കത്തില്ല. പകരം ആൽഫ ആന്റിബോഡി ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഈ ബ്ലഡ് ഗ്രൂപ്പ് AB ആണെന്ന് വിചാരിച്ചു. ചില ഇൻഡിവിജ്വൽസിന്റെ RBCസിൽ ഈ A എന്ന് പറയുന്ന ആന്റിജനും കാണും, B എന്ന് പറയുന്ന ആന്റിജനും കാണും. അപ്പൊ ഈ Aയും Bയും ഉള്ളത് കൊണ്ട് നമുക്ക് വിളിക്കാം അത് AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയാം. പക്ഷെ ഈ A ആന്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡിയും ഉണ്ടായിരിക്കത്തില്ല, B എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡിയും ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസ്മയിലുള്ള ആന്റിബോഡീസ് നിൽ, ഒരു ആന്റിബോഡിയും ഉണ്ടായിരിക്കത്തില്ല വിത്ത് റെസ്പെക്ട് ടു ദിസ് പർട്ടിക്കുലർ ആന്റിജൻ. ദെൻ വേറൊരു കാറ്റഗറി ഉണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് O. ബ്ലഡ് ഗ്രൂപ്പ് Oയുടെ പ്രത്യേകത അവരുടെ RBC സ്മൂത്ത് ആണ്, സ്മൂത്ത് സർഫസ് ഉള്ള RBC ആയിരിക്കും. ആന്റിജൻ Aയും ഇല്ല, ആന്റിജൻ Bയും ഇല്ല. അപ്പോൾ ആന്റിജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ ബ്ലഡ് പ്ലാസ്മയിൽ 2 ആന്റിബോഡി ഉണ്ടെങ്കിലും വലിയ വ്യത്യാസം, കുഴപ്പങ്ങൾ വരാനില്ലാത്തതുകൊണ്ട് ഇവരിൽ 2 ആന്റിബോഡീസ്, അതായത് ആൽഫ ആന്റിബോഡിയും ബീറ്റ ആന്റിബോഡിയും ഉണ്ടായിരിക്കും. ദെൻ
ഇപ്പോൾ ഒരു എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി ഇതിന്റെ പിന്നിലുള്ള ജെനറ്റിക്സ് എന്താണെന്ന് നോക്കാം. അതായത് ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ പിന്നിലുള്ള ജെനറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ജീൻസിനെ ഐഡന്റിഫൈ ചെയ്തത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ജീനിന്റെ തന്നെ മൾട്ടിപ്പിൾ ഫോംസിലുള്ള അല്ലീൽസ് ആണ് ഈ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. 9th ക്രോമസോമിലാണ് ഈ ഒരു പർട്ടിക്കുലർ ജീൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഈ പർട്ടിക്കുലർ ജീനിന് പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ആ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ പർട്ടിക്കുലർ എ എന്ന് പറയുന്ന ഫോമിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ബേസിക്കലി എ എന്ന് പറയുന്ന ഫോമിലാണ് ആ ജീൻ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആന്റിജൻ എ പ്രൊഡ്യൂസ് ചെയ്യും. ബി ആണെങ്കിൽ അത് ബി പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഐ ബി എന്ന് പറയുന്ന രണ്ട് ജീൻസും കോ ഡോമിനന്റ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വലിലെ രണ്ട് ലോക്കസിൽ ഒരേ സമയം എ എന്ന് പറയുന്ന ആന്റിജനെയും ബി എന്ന് പറയുന്ന ആന്റിജനെയും റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിന് ഈ മൾട്ടിപ്പിൾ അല്ലീൽസിൽ രണ്ടെണ്ണം പൊസസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരെണ്ണം ഫാദറിന്റെ ക്രോമസോമിലും ഒരു ലോക്കസ് മദറിന്റെ ക്രോമസോമിൽ നിന്നും. അപ്പോൾ ഒരേ സമയം രണ്ട് ജീനിനെ നമ്മൾക്ക് ക്യാരി ചെയ്യാം. അപ്പോൾ ആ ജീൻസ് എയും ബിയും ആണെങ്കിൽ അത് കോ ഡോമിനന്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ജീൻസ് ആയതുകൊണ്ട് ഈ രണ്ട് ജീനും ഒരേ സമയം എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ടാണ് അത് എ ബി ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. അതേസമയം ഒ എന്ന് പറയുന്ന ജീൻ, ഈ മൾട്ടിപ്പിൾ അല്ലീൽസിന്റെ വേറൊരു ഫോമാണ് ഒ. ഈ ഒ എന്ന് പറയുന്ന ഫോമിൽ ആ ജീൻ അല്ലെങ്കിൽ ആ അല്ലീൽ ഈ എയ്ക്കും ബിക്കും റെസസീവ് ആണ്. അതുകൊണ്ട് ഈ എയുടെയും ബിയുടെയും ആബ്സെൻസിൽ മാത്രമേ ഈ ഒ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് അപ്പിയർ ചെയ്യത്തുള്ളൂ. ഒ എന്ന് പറയുന്ന ജീനിന് അപ്പിയർ ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബിഒ ബ്ലഡ് ഗ്രൂപ്പിന്റെ അകത്ത് ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ആന്റിജൻസ് ആണ്, ആന്റിബോഡീസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പിന്റെ അകത്ത് ആന്റിജൻസ് ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഒ. അങ്ങനെയാണെങ്കിൽ ആന്റിജൻ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻ RBCന്റെ സർഫസിലുള്ള ആന്റിജൻ എ ആയിരിക്കും. ആന്റിബോഡീസ് ഏതായിരിക്കും? ആന്റി ബി ആയിരിക്കും അതിന്റെ ആന്റിബോഡി. കാരണം ആന്റി എ തന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലംപിംഗ് നടക്കും, അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ നടക്കും, അത് പ്രശ്നമാകും. അതുകൊണ്ട് ആന്റി ബി ആണ്. ഇനി ജീനോടൈപ്പ് നമ്മൾ പറഞ്ഞു, എ എന്ന് പറയുന്ന ഫോമിലാണ് ആ പർട്ടിക്കുലർ ജീൻ എ എന്ന് പറയുന്ന ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് എ ആയിരിക്കും. പക്ഷേ ഒ എന്ന് പറയുന്നത് എയിനെക്കാട്ടിലും റെസസീവ് ആണ്. അപ്പോൾ ഹോമോസൈഗസ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് ഹോമോസൈഗസ്. ഇനി ഹെട്രോസൈഗസ് കണ്ടീഷനിൽ എയുടെ കൂടെ ഒ വന്നാലും ഒ റെസസീവ് ആയതുകൊണ്ട് അത് എ ആയിട്ട് തന്നെ അപ്പിയർ ചെയ്യും. ഇനി ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള ആന്റിജൻ എന്തായിരിക്കും? ബി ആന്റിജൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ആന്റിജൻ ബി ആയതുകൊണ്ട് തന്നെ ആന്റി എ ആന്റിബോഡിയെ എവിടെ ഉണ്ടാകാൻ വഴിയുള്ളൂ, ബിയുടെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടായിരിക്കത്തില്ല. അവർക്ക് പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബി അല്ലെങ്കിൽ ഹോമോസൈഗസ് ബി ആയിരിക്കാം, അല്ലെങ്കിൽ ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞാൽ ഒരു ബി ഒരെണ്ണ ഡോമിനന്റും റെസസീവ് ആയിട്ടുള്ള ഓയും ഉണ്ടായിരിക്കും. ദെൻ എ ബി ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ ആന്റിജൻ എയും ഉണ്ടായിരിക്കും, ആന്റിജൻ ബിയും ഉണ്ടായിരിക്കും. ഈ രണ്ട് ആന്റിജനും പൊസസ് ചെയ്യുന്നത് കൊണ്ട് നൈദർ ആൽഫ ഓർ നോർ ബീറ്റ ഇത് രണ്ടും ഉണ്ടായിരിക്കത്തില്ല. അതായത് ആൽഫയോ ബീറ്റയോ അല്ലെങ്കിൽ ആന്റി എയോ ആന്റി ബിയോ ആന്റിബോഡീസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കത്തില്ല. ദെൻ പോസിബിൾ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ എയും ബിയെയും റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് അല്ലീൽസ് ഉണ്ടായിരിക്കണം. ഈ ഒരു ജീനോടൈപ്പ് പോസിബിൾ ആകുന്നത് എപ്പോൾ മാത്രമാണ്? എയും ബിയും ആയിരിക്കുമ്പോൾ മാത്രമാണ് അതിന് ആ ഒരു ജീനോടൈപ്പിക് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കുക. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണെന്ന് വിചാരിക്കുക. ഈ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആന്റിജൻ രണ്ട് ആന്റിജനും ഉണ്ടായിരിക്കത്തില്ല. ഈ രണ്ട് ആന്റിജനും ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ അതിൻ്റെ അകത്ത് ഈ ആന്റിബോഡീസ് രണ്ടും ആന്റിബോഡീസും ഉണ്ടായിരിക്കും. ദെൻ അതിന്റെ ജീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഈ രണ്ട് എയും ബിയും കോ ഡോമിനന്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് എ ബി ഒന്നിച്ചു വന്നപ്പോൾ അത് എന്തായി മാറിയത്? അത് എ ബി ബ്ലഡ് ഗ്രൂപ്പായി മാറിയത്. ദെൻ ഇത് ഈ ഒ എന്ന് പറയുന്നത് റെസസീവ് ആയതുകൊണ്ട് ഒരു ജീൻ ഒയും ഒരു ജീൻ എയും ആയാലും ആ ഒ റെപ്രസെന്റ് ചെയ്യത്തില്ല, അത് സപ്രസ് ചെയ്തിരിക്കും. അപ്പൊ അത് എ ആകും. ഇനി ഒന്റെ കൂടെ ഒരെണ്ണം ബി വന്നാലും അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല, അതും റെസസീവ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷെ എപ്പോഴാണ് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഡബിൾ റെസസീവ് അല്ലെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ.
അപ്പോൾ പോസിബിൾ ജീനോടൈപ്പ് ഫോർ ബ്ലഡ് ഗ്രൂപ്പ് O ഈസ് ഓൾവേസ് സ്മോൾ o.